ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സൈക്കോളജി ഡിസ്കവറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ട്രയാങ്കുലർ മോഡൽ ഓഫ് ലവ് ആണ്. ട്രയാങ്കുലർ മോഡൽ ഓഫ് ലവ് എന്ന് പറയുന്നത് ലവിനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണിത്. റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് 1985 പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള തിയറിയാണിത്. ഇത് ട്രയാങ്കുലർ മോഡൽ ഓഫ് ലവ് എന്നതിനേക്കാൾ കൂടുതൽ കോമൺ ആയിട്ട് അറിയപ്പെടാറ് സ്റ്റേൺബർഗ്സ് തിയറി ഓഫ് ലവ് എന്നാണ്. ഇതിൽ റോബർട്ട് സ്റ്റേൺബർഗ് എന്താ പറയണതെന്ന് വെച്ചാൽ ലവ് കമ്പോസ് ചെയ്തിരിക്കുന്നത് 3 കമ്പോണൻസ് കൊണ്ടാണ്. ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്. അതായത് ലവിന് 3 കമ്പോണൻസ് ഉണ്ട്: ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്. ഈ 3 കമ്പോണൻസിനെയും പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ മോഡലിലാണ് പറയുന്നത് സ്റ്റേൺബർഗ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് ക്ലോസ്നെസ്, കണക്റ്റഡ്നെസ് ആൻഡ് ബോണ്ടഡ്നെസ്. അതായത് നമുക്കൊരാളോട് തോന്നുന്ന അടുപ്പം, അറ്റാച്ച്മെൻറ്റ്, ട്രസ്റ്റ്, ഒരു കണക്റ്റീവ്നെസ്, അതൊക്കെയാണ് ഇൻറ്റിമസി. അതായത് നമുക്കൊരാളോട് തോന്നുന്ന അടുപ്പം. പിന്നെ അടുത്ത കമ്പോണൻറ്റ് പാഷൻ. റൊമാൻസ്, അട്രാക്ഷൻ, സെക്ഷൽ കൺസ്യൂമേഷൻ. അതായത് ഫിസിക്കൽ ഒരു അട്രാക്ഷൻ തോന്നുക, റൊമാൻറ്റിക്കായിട്ട് സെക്ഷലായിട്ടൊക്കെ ഒരാളോട് തോന്നുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അതാണ് പാഷൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഈ പാഷൻ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് കൂടുതലായിട്ട് മെന്നിലാണ് കാണാറ്. പിന്നെ അടുത്ത കമ്പോണൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ ടു സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ്. അതായത് ഒരു ലോങ് ടേം റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അത് പെർമനൻ്റ് ആയിട്ട് ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻ എടുക്കുക, അതൊക്കെയാണ് കമ്മിറ്റ്മെൻറ്റിൽ പറയുന്നത്. ഒരു റിലേഷൻ നിലനിർത്തിക്കൊണ്ട് പോവുക, അതാണ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റിമസി എന്ന് പറയുന്നത് അടുപ്പം, പാഷൻ എന്ന് പറയുന്നത് റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതാണ് 3 കമ്പോണൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കണു. പിന്നെ ഈ 3 കമ്പോണൻസിൻ്റെ ബേസിസിൽ സ്റ്റേൺബർഗ് ലവിനെ 8 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റേൺബർഗ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 8 ടൈപ്സ് ഓഫ് ലവ്. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻറ്റിമസി മാത്രമുള്ള ലവ്, പാഷൻ മാത്രമുള്ള ലവ്, കമ്മിറ്റ്മെൻറ്റ് മാത്രമുള്ള ലവ്, പിന്നെ ഇൻറ്റിമസിയും പാഷനും ഉള്ളത്, പാഷനും കമ്മിറ്റ്മെൻറ്റും ഉള്ളത്, അങ്ങനെയാണ് 8 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോൺ ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇൻഫാക്ച്വേറ്റഡ് ലവ്, എംപ്റ്റി ലവ്, റൊമാൻറ്റിക് ലവ്, കമ്പാനിയനേറ്റ് ലവ്, ഫാച്ചസ് ലവ്, കൺസ്യൂമേറ്റ് ലവ്. ഇതാണ് 8 ടൈപ്സ് ഓഫ് ലവ്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോൺ ലവ്. നോൺ ലവ് എന്ന് പറയുന്നത് ലവിൻ്റെ 3 കമ്പോണൻസും ഇതിൽ ആബ്സെൻ്റ് ആണ്. അതായത് ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഈ 3 കമ്പോണൻസും ഇതിൽ ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നു, അധികം പരിചയമൊന്നുമില്ലാത്ത ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ ചെറുതായിട്ട് കണ്ടുപരിചയമുള്ള ആളെ കാണുമ്പോൾ നമുക്ക് അയാളോട് തോന്നുന്ന നോൺ ലവ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും അയാളോട് തോന്നുന്നില്ല, അതാണ് നോൺ ലവ്. പിന്നെ അടുത്ത ടൈപ്പാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിൽ ഓൺലി ഇൻറ്റിമസി ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ പാഷനും കമ്മിറ്റ്മെൻറ്റും ആബ്സെൻ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ്മേറ്റ്സ്, നമുക്ക് ക്ലാസ്മേറ്റ്സിനോടൊക്കെ തോന്നുന്നത്, അതാണ് ഫ്രണ്ട്ഷിപ്പിലുള്ളത്. ഇതിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും ക്ലോസ് ഫ്രണ്ട്സിനെയും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് വേറെ ടൈപ്പിലാണ്. ഇത് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, അതായത് ക്ലാസ്മേറ്റ്സിനോടൊക്കെ തോന്നുന്ന ലവ്, അതാണ് ഫ്രണ്ട്ഷിപ്പ്. അതിൽ അടുപ്പം മാത്രമുള്ള ലവ്, അതാണ് ഫ്രണ്ട്ഷിപ്പ്. പിന്നെ അടുത്ത ടൈപ്പ് ഇൻഫാക്ച്വേറ്റഡ് ലവ് അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ. ഇതിൽ പാഷൻ എന്ന കമ്പോണൻറ്റ് മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ആബ്സെൻ്റ് ആണ്. ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരാളോട് ക്രഷ് തോന്നുക, പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ് ഇതിന് എക്സാമ്പിൾ, ഒരാളോട് ക്രഷ് തോന്നുന്നത്. ഇത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആവാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് മാത്രം തോന്നുന്നൊരു ലവ് ആണ് ഈ ഇൻഫാക്ച്വേറ്റഡ് ലവ്. പിന്നെ അടുത്ത ടൈപ്പ് എംപ്റ്റി ലവ്. എംപ്റ്റി ലവിൽ കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ് പ്രസൻറ്റ്. അതിൽ പാഷനും ഇൻറ്റിമസിയും ആബ്സെൻ്റ് ആണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺഹാപ്പി മാരേജസ്. അതായത് ഇപ്പോൾ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിക്കുമ്പോൾ
അതിൽ ലവ് ഉണ്ടാവില്ല. അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ റിലേഷൻ തുടർന്നു കൊണ്ട് പോകണമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഒരാളെ സ്നേഹിക്കാൻ അതിൽ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതിൽ കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ്. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. അതാണ് എംപ്റ്റി ലവ്. എക്സാമ്പിൾ അൺഹാപ്പി മാരേജസ്. പിന്നെ അടുത്ത ടൈപ്പാണ് റൊമാൻറ്റിക് ലവ്. റൊമാൻറ്റിക് ലവിൽ ഇൻറ്റിമസിയും പാഷനുമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ കമ്മിറ്റ്മെൻറ്റ് ആബ്സെൻ്റ് ആണ്. അത് നമ്മൾ സ്കൂൾസിലും കോളേജസിലും ഒക്കെ കാണാറുള്ള ലവ്. അത് ടീനേജേഴ്സിൻ്റെ ഒക്കെ ലവ്, അതാണ് റൊമാൻറ്റിക് ലവ്. അതിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. ആ റിലേഷൻ ലോങ് ടേം ഒന്നും ആവണമെന്നില്ല. ചിലപ്പോൾ ലോങ് ടേം ആവാറുണ്ട്. കൂടുതലായിട്ടും ആ റിലേഷൻ ലോങ് ടേം ആവില്ല. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാറില്ല. അതാണ് റൊമാൻറ്റിക് ലവ്. പിന്നെ അടുത്ത കമ്പോണൻ്റാണ് അടുത്ത ടൈപ്പാണ് ഫാച്ചസ് ലവ്. ഫാച്ചസ് ലവിൽ കമ്മിറ്റ്മെൻറ്റും പാഷനും മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഇൻറ്റിമസി പ്രസൻ്റ് അല്ല. അതായത് ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഡെപ്ത് ഇല്ല. ആ റിലേഷന് ഒരു ഡെപ്ത് ഇല്ല. അവർ തമ്മിൽ ഇൻറ്റിമസി ഇല്ലാത്ത കാരണം അവർ തീരെ ക്ലോസ് അല്ല. പക്ഷെ അതിൽ കമ്മിറ്റ്മെൻറ്റും പാഷനും ഉണ്ട്. അവരുടെ ആ ഒരു അടുപ്പം മാത്രം അവർക്കില്ല. ഈ ടൈപ്പ് ലവ് അധികം കാണാറില്ല, ഈ ഫാച്ചസ് ലവ്. പിന്നെ അടുത്ത ടൈപ്പ് ലവ് ആണ് കമ്പാനിയനേറ്റ് ലവ്. കമ്പാനിയനേറ്റ് ലവിൽ ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ആ പാഷൻ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ഇല്ല. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാരൻസ്, ക്ലോസ് ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അവരോടൊക്കെ തോന്നുന്ന ഒരു ലവ് ആണ് കമ്പാനിയനേറ്റ് ലവ്. അതായത് ഇതിൽ നമുക്ക് റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള ആ ഒരു കമ്പോണൻറ്റ് ഇതിലില്ല. അടുപ്പവും പിന്നെ ആ റിലേഷൻ തുടർന്ന് പോകാനുള്ള ആ ഒരു ഇതും, അതാണ് കമ്പാനിയനേറ്റ് ലവിലുള്ളത്. എക്സാമ്പിൾ നമ്മുടെ പാരൻസും ക്ലോസ് ഫ്രണ്ട്സും. പിന്നെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ലവ് ആണ് കൺസ്യൂമേറ്റ് ലവ്. കൺസ്യൂമേറ്റ് ലവിൽ ഈ ലവിൻ്റെ 3 കമ്പോണൻസും അതിൽ പ്രസൻ്റ് ആണ്. അതായത് ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്. ലവിൻ്റെ ഈ 3 കമ്പോണൻസും അതിൽ പ്രസൻ്റ് ആണ്. ഒരു പെർഫെക്റ്റ് ഐഡിയൽ ടൈപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് തന്നെ കൺസ്യൂമേറ്റ് ലവ് ആണ്. പിന്നെ ഒരു ലവിൻ്റെ ഗോൾ എന്ന് പറയുന്നത് കൺസ്യൂമേറ്റ് ലവ് ആണ്. അതൊരു ഐഡിയൽ റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ കുറച്ച് ഹാർഡറാണ്. കാരണം ഈ 3 കമ്പോണൻസും ഉണ്ടാവേണ്ടത് അതിൽ. അപ്പോൾ ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രയാങ്കുലർ മോഡൽ ഓഫ് ലവ്. ഞാനൊന്നും കൂടി സമ്മപ്പ് ചെയ്യാം. റോബർട്ട് സ്റ്റേൺബർഗ് ലവിന് 3 കമ്പോണൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ഒരാളോട് തോന്നുന്ന അടുപ്പം. പിന്നെ പാഷൻ എന്ന് പറയുന്നത് റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ, അതൊക്കെയാണ് പാഷൻ. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇനി ഈ 3 കമ്പോണൻസിൻ്റെ ബേസിസിൽ ലവിനെ 8 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോൺ ലവ് എന്ന് പറയുന്നത് 3 കമ്പോണൻസും ആബ്സെൻ്റ് ആണ്. അതിൽ ലവേ ഇല്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിമസി മാത്രം പ്രസൻ്റ് ആണ്, നമ്മൾക്ക് ക്ലാസ്മേറ്റ്സിനോടൊക്കെ തോന്നുന്നത്. പിന്നെ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നതിൽ പാഷൻ മാത്രമാണ് പ്രസൻറ്റ്. നമുക്ക് ക്രഷ് തോന്നുക, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതൊക്കെയാണ് ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഇൻഫാക്ച്വേറ്റഡ് ലവ്. പിന്നെ എംപ്റ്റി ലവിൽ കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതായത് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇത് മാത്രമേ അതിലുള്ളൂ എംപ്റ്റി ലവിൽ. പിന്നെ റൊമാൻറ്റിക് ലവ് ഇൻറ്റിമസിയും പാഷനും പ്രസൻ്റ് ആണ്. അത് സ്കൂൾസിലും കോളേജസിലൊക്കെ കാണാറുള്ള ലവ്. അതിൽ കമ്മിറ്റ്മെൻറ്റ് ആബ്സെൻ്റ് ആണ്. പിന്നെ ഫാച്ചസ് ലവ് കമ്മിറ്റ്മെൻറ്റും പാഷനും പ്രസൻ്റ് ആണ്. അതിൽ ഇൻറ്റിമസി ഇല്ല. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ അവരുടെ ആ റിലേഷൻ ഒരു ഡെപ്ത് ഇല്ല. അതാണ് ഫാച്ചസ് ലവ്. കമ്പാനിയനേറ്റ് ലവ് കമ്മിറ്റ്മെൻറ്റും ഇൻറ്റിമസിയും ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ പാഷൻ ഇല്ല. അത് എക്സാമ്പിൾ നമ്മുടെ പാരൻസിനോടും ബെസ്റ്റ് ഫ്രണ്ട്സിനോടും ഒക്കെ തോന്നുന്നതാണ് കമ്പാനിയനേറ്റ് ലവ്. അതിലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള കമ്പോണൻ്റ് അതിലില്ല. ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്.
പിന്നെ ലാസ്റ്റ് ടൈപ്പാണ് കൺസ്യൂമേറ്റ് ലവ്. 3 കമ്പോണൻസും ലവിൻ്റെ 3 കമ്പോണൻസും പ്രസൻ്റ് ആയിട്ടുള്ളതാണ് കൺസ്യൂമേറ്റ് ലവ്. ഈ കൺസ്യൂമേറ്റ് ലവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ലവിൻ്റെ ഗോളെന്ന് പറയുന്നത് തന്നെ ഈ കൺസ്യൂമേറ്റ് ലവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇതിൽ സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ ഒക്കെ വീഡിയോസാണ് ഇടുക. ഓക്കെ, താങ്ക് യു.